നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ വിക്രത്തിന്റെ കാൽ തുളച്ചു കയറിയ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇഷിത വക്കീൽ നീക്കം ചെയ്യുവാണ്. അങ്ങനെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ട് വേദനയ്ക്കൊക്കെ ഉള്ള. ആ സമയത്തൊക്കെ വിക്രം ഭയങ്കര കരച്ചിലായിരുന്നു. വിക്രം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദന. ബുള്ളറ്റൊക്കെ നീക്കം ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും കൂടെ വേദ നിൽക്കുന്നുണ്ടായിരുന്നു. വേദ വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കഴിയും വിക്രം, കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിക്രത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. ആ സമയത്ത് വേദ പറഞ്ഞു ഇപ്പൊ കഴിയും, സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിച്ച് കൂടെ തന്നെ നിൽക്കുക. വിക്രത്തിന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. കാരണം വിക്രത്തോടൊപ്പം നല്ലൊരു ജീവിതം വേദ ആഗ്രഹിച്ചു. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ആ സമയത്താണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എത്രയും പെട്ടെന്ന് വരുണ്ട ഉത്തരവാദികളെ പുറലോകത്ത് കൊണ്ടുവരണം. കാരണം ചെയ്ത വിക്രമല്ല എന്ന് പുറലോകം അറിയുക തന്നെ വേണം. അങ്ങനെ ബുള്ളറ്റൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷിത ഡോക്ടർ ചോദിച്ചു, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ എനിക്ക് വിക്രത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ. കാരണം വിക്രമല്ല വരുണിനെ കൊന്നെന്നുള്ള കാര്യം പുറലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇഷിത പറഞ്ഞു, ഓഹോ അപ്പം അതിന് വേണ്ടിയിട്ടാണല്ലേ, രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാണല്ലേ എന്ന് ചോദിച്ചു. അതെ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അല്ല വേദ നിനക്ക് എങ്ങനെ ഉറപ്പുള്ളേ? എനിക്കറിയാം വിക്രത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരാന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ചോദിച്ചു, ആരാ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. തൽക്കാലത്തേക്ക് വിക്രം അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഓർക്കണ്ട, റെസ്റ്റ് എടുക്കാൻ പറയാണ്. അങ്ങനെ വിക്രത്തോട് അവിടെ റെസ്റ്റ് എടുത്തോളം കിടക്കാൻ പറഞ്ഞാണ്. പിന്നീട് ഇഷിതയും കൂട്ടിക്കൊണ്ട് വേദിപ്പുറത്ത് മുറിയിലേക്ക് വരുവാണ്. പിന്നീട് ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയാണ്. വിക്രത്തിനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. പക്ഷെ ഈ രാത്രിയിൽ തങ്ക എവിടേക്ക് പോകാൻ പറ്റും? ഒരു ഷെൽട്ടർ വേണമല്ലോ. ഇഷിത പറഞ്ഞു, അപ്പോൾ രാത്രി നിങ്ങൾക്ക് തങ്ങാനും ഷെൽട്ടർ വേണം. അത് മാത്രമല്ല വിക്രത്തിന് തൽക്കാലത്തേക്ക് താമസിക്കണമല്ലേ. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസുവിൻ്റെ ആൾക്കാർ പിടിക്കും, അല്ലെങ്കിൽ പോലീസ് പിടികൂടും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു ഷെൽട്ടർ വേണം. ഇഷിത പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് വിക്രം ഇവിടെ നിൽക്കട്ടെ. വരുണ്ട കൊലയാളി വിക്രം അല്ലെന്ന് തെളിയിക്കണമല്ലോ, 2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല അത് ഇഷിതയ്ക്ക് ബുദ്ധിമുട്ടാവുമോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് വിക്രത്തിൻ്റെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാനും പറ്റുമല്ലോ. അത് കേട്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായി. വേദ പറഞ്ഞു, വിക്രത്തിൻ്റെ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എനിക്കൊന്ന് നിർത്തണമായിരുന്നു. ഇപ്പം എന്താണെങ്കിൽ എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോകുക. കാരണം വേദയ്ക്ക് അധികം സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ വേദ അവിടെ കാണാതെ വന്നിട്ട് അന്വേഷണമാവും. അപ്പം താൻ എങ്ങോട്ടാണ് പോയെന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കും. അങ്ങനെ വന്ന ഒടുവിൽ വിക്രത്തെ കണ്ടുപിടിക്കുമെന്നൊക്കെ വേദയ്ക്കറിയാം. പക്ഷെ അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. തൻ്റെ ഏട്ടനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം അയാൾക്കുള്ള പണി കൊടുക്കുക തന്നെ വേണം. പിന്നീട് ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിൻ്റെ അടുത്ത് ചെന്നു. വിക്രത്തോട് വിക്രം ഞാൻ രാത്രി പോയേക്കുക, പിന്നെ ഞാൻ എന്താണെങ്കിലും രാവിലെ തന്നെ വന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, ആകെ ജോസഫിന് മാത്രമേ അറിയത്തുള്ളൂ വിക്രത്തിനെ ഞാനാ കൊണ്ടുവന്നുള്ള കാര്യം. തൽക്കാലത്തേക്ക് വിക്രം ആരോടും ഒന്നും വിളിച്ചു പറയാനൊന്നും പോകണ്ട, എവിടെ എന്താണെന്നും ആരും അറിയാനും പോകണ്ട. പിന്നെ വിക്രത്തിൻ്റെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരും അങ്ങനെ സെർച്ച് ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഫോൺ വെച്ചൊന്നും ആരും ലൊക്കേറ്റ് ചെയ്യാനും പോകുന്നില്ല. ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു വേദയുടെ ഉള്ളിൽ. അങ്ങനെ വിക്രത്തെ അവിടെ ആക്കിയിട്ട് വേദ പോവുകയാണ്. അങ്ങനെ വേദ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വിക്രത്തെ അല്ലേന്ന് ചോദിച്ചു. വിക്രം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം വേദയെ, അവൾ നല്ല കുട്ടിയാണ്, എനിക്ക് പണ്ട് മുതലേ അവളെ അറിയാവുന്ന. അവൾ വിക്രത്തെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് അത്ഭുതമായിരുന്നു. അപ്പം ഇപ്പോഴും അവൾക്ക് തന്നോട് ഇഷ്ടം തന്നെയാണോ? എന്നിട്ട് എന്തുകൊണ്ട് അവൾ പിന്നെ തന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പോയി നിന്നേ? എത്ര ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് മാത്രം മനസ്സിലായി. ആ സമയം വേദ വീട്ടിലേക്ക് വന്നു. ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേദ പോയതും വന്നു നിന്നേ. ശ്രീകാന്തൊക്കെ നല്ല ഉറക്കമായിരുന്നു. കാരണം കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനോട് വാസവൻ്റെ കോള് വരുന്നത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക്. അങ്ങനെ വാസവൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്കിതിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയണം. അങ്ങനെ ചന്ദ്രശേഖരനെ കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് വാസവൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ആ സമയം വാസവൻ പറഞ്ഞു, അവനെ ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു, എൻ്റെ കൈ കിട്ടിയതാ. പക്ഷേ എങ്കിൽ രാത്രി ആയതുകൊണ്ട് എനിക്ക് അവനെ പിടികൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിടികൂടാൻ പറ്റില്ല എന്നോ? അതെ അവനെ ഷൂട്ട് ചെയ്തു, അവന് വെടിയേറ്റിട്ടുണ്ടെന്ന് ഉറപ്പാ. അവൻ അവിടെ എവിടെയുണ്ട് വീണിട്ടുണ്ടെന്ന് തോന്നേ.
നമുക്കൊന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയും കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരവിടെ നോക്കാനും ചെല്ലുകയാണ്. ആ സ്ഥലമൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവിടെ വീണ് കിടപ്പുണ്ടെങ്കിൽ അവൻ ഇത്തിരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഇത്തിരി ജീവനും കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്ന അവർ മൂന്ന് പേരും കൂടെ. അങ്ങനെ അവിടെ ചെന്നു. ഷൂട്ട് ചെയ്തെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ടൊന്നും അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അവിടെയൊക്കെ അരിച്ചു പെറുക്കി തപ്പുന്നുണ്ട്. പക്ഷേങ്കിൽ വിക്രത്തെ മാത്രം കണ്ടില്ല. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ രക്ഷപ്പെടാൻ വഴിയില്ല, കാരണം അവന് ഷൂട്ട് ചെയ്യുമ്പോൾ അവന് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് പോകാൻ പറ്റില്ല, ആരുടെയും സഹായം ഇല്ലാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രീകാന്ത് ആ കാര്യം കാണുന്നത്. ചോര കിടക്കുന്ന അവിടെ വണ്ടി ചോര കിടക്കുന്നുണ്ട്, ഇതുകൊണ്ട് ചോര കിടക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ വിക്രം പോയ വഴിയിൽ ഇങ്ങനെ ചോര കിടപ്പുണ്ടായിരുന്നു. കാരണം കാലയിൽ വെടിയേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് വിക്രത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വേദ ജോസഫൊക്കെ പോയല്ലോ. അങ്ങനെ ആ ചോരപ്പാടുകൾ നോക്കി കുറച്ചങ്ങോട്ട് ചെന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി വണ്ടിയെ കയറ്റി ആരോ കൊണ്ടുപോയതാണ്, അല്ലെങ്കിൽ വിക്രം എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അവിടെ വരെ ചോരപ്പാടുകൾ കാണാറുള്ളൂ. വാസവൻ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ എവിടെ പോയി ഒളിക്കാനായിട്ടാ? അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും. കാരണം അവൻ്റെ കാലിൽ ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് നീക്കം ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു അന്വേഷണം നടത്താം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ വാസവൻ അന്വേഷിക്കുകയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നെ നമ്മളെ ഉള്ളതെന്നെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അറിയാൻ പോകുന്നില്ലടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, വാസവൻ അവനൊരു കാരണവശാലും അറിയാൻ പാടില്ല നമ്മളാണ് അവൻ്റെ മോനെ കൊന്നേന്നുള്ള കാര്യം. പിന്നെ ആ ബുള്ളറ്റ് നമ്മുടെ നെഞ്ചത്തേക്കായിരിക്കും പതിക്കാൻ പോകുന്നത്, അറിയാലോ. മേലെ കീഴ് നോക്കുന്നവനല്ല വാസവൻ എന്ന് പറഞ്ഞു. ഈ സമയത്ത് വേദ എന്ത് ചെയ്തു, ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് വേദ കാര്യങ്ങളൊക്കെ തീർക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് വേദയെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വേദയ്ക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ വേദ യാതൊരു ഭാവവ്യത്യാസം വേദയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ജോസഫ് എന്ന് ശ്രീനിവാസനോടും രാജേട്ടനോടും ഒക്കെ വിക്രത്തെ കണ്ടില്ലെന്നുള്ള കാര്യം പറയാണ്. കാരണം വാസവൻ അവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ, പക്ഷെ അവിടെ വിക്രത്തെ കണ്ടില്ല. വിക്രത്തിന് എന്ത് സംഭവിച്ചെന്നും അറിയില്ല എന്ന് പറഞ്ഞു. വേദയാണ് പറഞ്ഞത്, വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട, എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടെന്ന്. അതുകൊണ്ടാണ് ജോസഫ് അങ്ങനെ പറയുന്ന പോലും. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണോ വിക്രത്തിന്, എനിക്ക് ആ പടം പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട രാജേട്ടാന്ന് പറയണം. ശ്രീനിവാസനും അയാളുടെ ഗുണ്ടകളും കൂടെ പുളിക്കനെ അന്വേഷിക്കുന്നുണ്ട്. അവൻ ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നാണ് ശ്രീനിവാസന്റെ ഉത്തരവ്. ഈ സമയത്ത് പുളിക്കൻ വിളിച്ച് ശ്രീകാന്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളിക്കൻ ഒരു ഷെൽട്ടറിലേക്ക് മാറുന്നുണ്ട്. ശ്രീനിവാസന്റെ കയ്യിൽ എങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം താനാണ് ഇതിൻ്റെ പിന്നിൽ ചതിക്കാനായിട്ട് കൂട്ടുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനി സാർ ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ള കാര്യം പുള്ളിക്കന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പുള്ളിക്കൻ പാത്തും പതുങ്ങിയിരിക്കുന്നത്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ വേദ എന്ത് ചെയ്തു, വിക്രത്തിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് പിറ്റേ ദിവസം മുറിവും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇഷിത. കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രത്തിന്. അതിനുശേഷം വേദയാണ് വിക്രത്തിനെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുവന്നൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് വേദ ചെയ്യുവാണ്. അതിനുശേഷം വിക്രത്തോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക. പിന്നെ പരൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ വിക്രമിന് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ വിക്രം സമ്മതിച്ചില്ല. വിക്രം പറഞ്ഞു, എനിക്ക് വേണം അവനെ, ആ ദുഷ്ടനെ എനിക്ക് വേണമെന്ന് പറയണം. വരുണിനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും എനിക്ക് അവനെ എൻ്റെ കൈ കിട്ടണം, അവനെ ഞാൻ തീർക്കുമെന്ന് പറയണം. കാരണം ദീപ്തിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, വരുണിൻ്റെ ദീപ്തിയുടെ വിവാഹം നടക്കുമെന്ന്. ഈ സമയത്ത് വേദ പറഞ്ഞു, അവളാകെ തകർന്നിരിക്കുക. അവളുടെ വിചാരം വിക്രമാണ് ആ തെറ്റ് ചെയ്തതെന്നാ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുപോലെ തന്നെ വാസവൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിക്രമാണ് ആ തെറ്റ് ചെയ്തതെന്നാ. അതുകൊണ്ടാണ് വാസവൻ വിക്രത്തിൻ്റെ പിന്നാലെ എങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിച്ച ആൾ ആ പുളിക്കാനാണ്. അവൻ്റെ എൻ്റെ കൈ കിട്ടിയതാ വേദ. പക്ഷേ എങ്കിൽ കൃത്യസമയത്ത് അവൻ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. വേദ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഉറപ്പായിട്ടും പുളിക്കനെ കൈ കിട്ടും. പുളിക്കനെ കൈ കിട്ടി ശരിക്കും ഒന്ന് കുടഞ്ഞു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീനിവാസനെ പുളിക്കനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. കാരണം അവൻ എവിടെ ഇരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ രഹസ്യ വിവരം കിട്ടുവാണ്. അങ്ങനെ പുള്ളിക്കനെ പിടികൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.